തങ്ങളുടെ നിയമസഭാ ടിക്കറ്റിൽ ജയിച്ചു വന്ന അത്തരം ആളുകൾ തങ്ങളുടെ ബ്ലോക്കിന്റെ അരികിലെങ്കിലും വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. ശ്രീ ജേക്സി തോമസ്, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലടച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കേണ്ട ആളാണ്. ഡിവൈഎഫിയുടെ പൊതിച്ചോറിന് എതിരെ പോലും സംസാരിച്ച ആളാണ്. പുറത്തിറങ്ങേണ്ടതിൽ, അങ്ങനെ പുറത്തിറങ്ങിയാൽ ഡിവൈഎഫ്ഐക്കാർ അവിടെ കാത്തിരിപ്പുണ്ട് തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അടക്കം കേട്ടതാണ്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന പല വൃത്തങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഭരണപക്ഷത്തിന്റെ മനസ്സിൽ, എന്താണ് ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ? അല്ല, ഇപ്പോൾ പൊതുവിൽ നിയമസഭയെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷെ നമ്മുടെ തുടക്കത്തിൽ ആമുഖമായി ഇപ്പോൾ ആദ്യ ഭാഗം ചർച്ച ചെയ്യപ്പെട്ടത് പാലക്കാട് MLA സംബന്ധിച്ചുള്ളതാണല്ലോ. ഇപ്പം ഞാൻ ആ കേസിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിനോടകം കേരളീയ പൊതുസമൂഹവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനോടകം അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാനതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകില്ല. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം എന്തായിരിക്കും ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പാലക്കാട് MLA സാന്നിധ്യം കേരള നിയമസഭയിൽ, അതായത് കോൺഗ്രസിന് ഈ വിഴുപ്പ് ചുമക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി സ്ഥാനത്ത് ഏത് ആഗോള മാന്യൻ വന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ അത്ര വലിപ്പമുള്ള ആൾ വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസും ഒക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് അദ്ദേഹം നിയമസഭയിലെത്തിയാൽ ഇടതുപക്ഷം എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയോ CPIMന്റെയോ മാത്രം സംബന്ധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഈ കാര്യത്തെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മതപരമോ സാമുദായികമോ ഏതു മേഖലയും ആവട്ടെ, മനുഷ്യ സംബന്ധമായി ആളുകൾ ഒത്തുചേരുന്ന ഒരു കൂട്ടത്തെ നയിക്കുക, അവർക്കിടയിൽ പ്രവർത്തിക്കുക, അവർക്ക് നേതൃത്വം നൽകുക, ഇത്യാദി ആളുകളിൽ നിന്നും കേരളം പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇപ്പോൾ ആദരണീയനായ ജേക്കബ് ജോർജ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാനതിനോട് വിയോജിക്കാതെ തന്നെ ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ ആയിരക്കണക്കിന് വരുന്ന പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് കണ്ടും കേട്ടു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഞാൻ അദ്ദേഹത്തോട് കൗതുകത്തോടു കൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ആരായിക കൂടെയാണ്. ഇത്രയും അനുഭവങ്ങളെ നേരിടേണ്ട വന്ന, ഇത്രയും അപജയകരമായ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഒരാളിൽ ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ചരിത്ര സന്ദർഭം 957 മുതൽ ഇപ്പോഴത്തെ 2026 78 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്തിന്. ഇപ്പൊ കേരളത്തിന്റെ പൊതുചരിത്രം എടുത്താൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് വർഷങ്ങളുടെ വ്യത്യാസം. ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിനോട് സമീകരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഏതെങ്കിലും ഒരു പ്രത്യേക അപഭ്രംശത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ടല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പുറത്തു വന്നിട്ടുള്ള ലീക്ക് ചെയ്യപ്പെട്ട സ്റ്റാറ്റസുകളോ ചാറ്റുകളോ മെസ്സേജുകളോ ഫോൺ സംഭാഷണങ്ങളോ ഇതേവരെ ഇതിലെ പ്രതി നിഷേധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളോ കേസുകളോ മറ്റാളുകളുടെ പ്രതികരണങ്ങളോ മാത്രം കൂട്ടി ചെയ്തിട്ടല്ല ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ്? എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ണിൽ പ്രവർത്തിച്ചുയർന്നുദിച്ച് വന്നിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തെ എത്ര രാഷ്ട്രീയമായി എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തെ വിജയ എന്ന് വിളിച്ച അപൂർവങ്ങളിൽ അത്യപൂർവം വരുന്ന 1-2 പേരെയേ കണ്ടിട്ടുള്ളൂ. ആ സംസ്കാരത്തിന് തുടക്കമിട്ടയാൾ അങ്ങീ സൂചിപ്പിച്ച ഈ MLA അല്ലേ? CPIMന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ആദരണീയരായ MV ഗോവിന്ദൻ മാഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് എന്ന് CPIMനെ എത്ര കടുത്ത ശത്രുതയുള്ളവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രായം കൊണ്ടും ഔന്നിത്യം കൊണ്ടും ഒക്കെ ഏവരാലും ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഗോവിന്ദ എന്ന് വിളിക്കുന്ന സംസ്കാരം തുടങ്ങി വെച്ചതാരാണ്? ഈ സ്കൂളാണ്. ആ സ്കൂളിൽ നിന്ന് പിറവിയെടുത്ത പ്രൊഡേറ്റർമാരാണ് ഈ സംഘം. അങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് അലങ്കാരമായി നിയമസഭയിൽ വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് ഇടതുപക്ഷത്തെ CPIMനെ അലോസരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ മനുഷ്യരുടെ ആകെ പ്രശ്നമാണ്. അത് തങ്ങളുടെ ടിക്കറ്റിൽ MLA ആയി ജയിച്ചു വന്ന ഇത്തരമൊരു പ്രൊഡേറ്റർ നിയമസഭയിൽ തങ്ങളുടെ ബ്ലോക്കിനോട് ചേർന്നിരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ്, കോൺഗ്രസ് ആണ്. ഇന്ന് നിർബന്ധമായും ആങ്കർ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രം. എന്തേ കേരളീയ മാധ്യമങ്ങളിൽ അതൊന്നും വലിയ വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയി? ആ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തോട് ചേർന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട എഡിറ്റോറിയൽ പേജിലെ ലേഖനം, ആ ലേഖനം ആങ്കർക്ക് വായിക്കാൻ കൊള്ളാവോ? ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഏതെങ്കിലും തുക്കട മാധ്യമങ്ങളല്ല, കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഏതെങ്കിലും മറ്റു മാധ്യമങ്ങളല്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രത്തിലെ വാചകങ്ങൾ ഏതൊക്കെ നിലയിലാണ് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആ മാധ്യമം ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? നമ്മളുടെ നാട്ടിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത് ഈ കോളേജ് വിദ്യാർത്ഥി ജീവിത കാലങ്ങളിലൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ള മഞ്ഞ പ്രസിദ്ധീകരണങ്ങളുടെ പേരുകളുണ്ട്. അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പോലും കേൾക്കാനോ വായിക്കാനോ കഴിഞ്ഞിട്ടില്ലാത്തത്ര
മലീമസമായ അധമമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളിൽപ്പെട്ട ഒരാൾ, താൽക്കാലികമായി തങ്ങൾക്ക് മാറ്റി നിർത്തേണ്ട വന്ന ഒരാൾ, അയാൾ വെളിവാക്കപ്പെട്ടു, അയാളുടെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ഇതിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആകെ അപമാനിക്കുമല്ലേ? ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പത്രത്തിന്റെ പേരിൽ എന്തേ കേരളീയ മാധ്യമങ്ങൾക്ക് ആ പത്രത്തോടും ആ പത്രത്തിൽ ആ ലേഖനം എഴുതിയ, അതിന് അവസരം കൊടുത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃത്വരെ അലങ്കരിക്കുന്നവരോടും ചോദ്യം ചോദിക്കാൻ കഴിയാതെ പോകുന്നു? അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയാണ്, രാഷ്ട്രീയത്തെ അപജയകരമായി കൊണ്ടുപോകാൻ ശ്രമിച്ച, കേരളത്തിന്റെ പൊതുസമൂഹ മര്യാദകളെ ആകെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇത്തരം ആളുകൾ അനിവാര്യമായ ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പം വൈകിയെങ്കിലും കേരളത്തിൽ മറ്റു പല പ്രമുഖ മാധ്യമങ്ങളുടെയും ഇഷ്ടതാരകങ്ങളായിട്ട് കൂടെയും അതൊന്നുമല്ല. അതിനപ്പുറം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരേണ്ട ഇത്തരം ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം എന്തെന്ന് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത്തരം ആളുകൾ തങ്ങളുടെ നിയമസഭാ ടിക്കറ്റിൽ ജയിച്ചു വന്ന അത്തരം ആളുകൾ തങ്ങളുടെ ബ്ലോക്കിന്റെ അരികിലെങ്കിലും വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. അന്തസ്സുള്ള കേരളത്തിലെ കോൺഗ്രസുകാർ ഇതിനോടകം 1000 തവണ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിലെ മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, AICCയുടെ നേതാക്കന്മാരുണ്ട്, മറ്റു സമുന്നത രാഷ്ട്രീയ പദവി അലങ്കരിക്കുന്ന മറ്റ് ആദരണീയരായ അനേകം അന്തസ്സുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവർ ഒഴികെ അപൂർവം ചില ആളുകൾ മാത്രമാണ് ഇദ്ദേഹത്തെ ഇപ്പോഴും ഒരു അലങ്കാരമായി, ഞങ്ങളുടെ കോൺഗ്രസിന് ഇതിൽ പരം ഒരു സ്വത്ത് ലഭിക്കാനില്ല, ഇതിൽ പരം ഒരു അഭിമാനധാരം ഉണ്ടാകാനില്ല എന്ന നിലയിൽ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. തങ്ങളുടെ അഭിമാനമായി ഈ സംഭാവന ചെയ്ത നേതാവ് തങ്ങളുടെ അഭിമാനമായി സാന്നിധ്യമായി നിയമസഭയിൽ ഉണ്ടാകണോ വേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അവർ തീരുമാനിക്കും.